നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇറ്റാലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ റോമക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. അറ്റലാന്റ യുണൈറ്റഡ് ആയിരുന്നു റോമയെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു. റോമക്ക് വേണ്ടി അർജന്റീൻ സൂപ്പർ താരമായ പൗലോ ദിബാല പെനാൽറ്റിയിലൂടെയായിരുന്നു ഗോൾ നേടിയിരുന്നത്. എന്നാൽ റോമയുടെ പരിശീലകനായ ഹൊസെ മൊറീഞ്ഞോക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന പ്രവണത അദ്ദേഹം അവസാനിപ്പിച്ചിട്ടില്ല. ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിച്ചിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ അവസാനത്തിലായിരുന്നു മൊറീഞ്ഞോക്ക് ആദ്യത്തെ യെല്ലോ കാർഡ് ലഭിച്ചത്. സൈഡ് ലൈനിൽ വെച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനാണ് യെല്ലോ കാർഡ് ലഭിച്ചത്. എന്നാൽ അവിടം കൊണ്ട് അവസാനിച്ചില്ല. മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ റഫറി എടുത്ത ഒരു തീരുമാനം മൊറീഞ്ഞോക്ക് അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. ഇതോടെ റഫറിക്കെതിരെ വലിയ പ്രതിഷേധം അദ്ദേഹം ഉയർത്തി. പ്രതിഷേധം അതിരുവിട്ടതോടുകൂടി റഫറി അടുത്ത കാർഡ് പുറത്തെടുത്തു. അങ്ങനെ ഈ പോർച്ചുഗീസ് പരിശീലകന് റെഡ് കാർഡ് കണ്ടുകൊണ്ട് പുറത്തു പോവേണ്ടി വരികയായിരുന്നു. മൊറീഞ്ഞോയെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഈ സീസണിൽ ഇതിനു മുൻപ് മറ്റൊരു റെഡ് കാർഡ് മൊറീഞ്ഞോ വാങ്ങിച്ചിട്ടുണ്ട്. മോൺസയുടെ സൈഡ് ബെഞ്ചിനെ പരിഹസിച്ചതിനായിരുന്നു അന്ന് അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു അത്. മാത്രമല്ല, റഫറിമാരെ വിമർശിച്ചതിന് ഈയിടെ അദ്ദേഹത്തിന് 40,000 യൂറോ പിഴ ലഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എപ്പോഴും വിവാദങ്ങളുടെ ബുക്കിൽ ഇടം നേടിയിട്ടുള്ള ഒരു പരിശീലകനാണ് മൊറീഞ്ഞോ. റെഡ് കാർഡ് ലഭിച്ചതിനാൽ അടുത്ത AC മിലാനെതിരെയുള്ള മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.